പ്രിയപ്പെട്ടവരെ, ഞാൻ സിത്താര എസ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ക്യാൻസർ പ്രതിരോധവും ചികിത്സയും മുൻനിർത്തി സംഘടിപ്പിക്കുന്ന ആരോഗ്യമാനന്ദം എന്ന ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഞാനൊരു ക്യാൻസർ സർവൈവർ കൂടിയാണ്. ബ്രസ്റ്റ് ക്യാൻസറിന് ഏതാണ്ട് 1.5 വർഷത്തോളം ചികിത്സ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസറിൻ്റെ ഏറ്റവും ഇരുണ്ട, ഏറ്റവും ദുരിതപൂർണമായ വശങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ക്യാൻസർ എന്നത് ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കേണ്ട ഒരു രോഗമാണ്. എന്നാൽ മാത്രമേ അതിന് തക്കതായ സമയത്ത് അല്ലെങ്കിൽ തക്കതായ രീതിയിലുള്ള ചികിത്സ സാധ്യമാവുകയുള്ളൂ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് 9ഓളം വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ക്യാൻസർ രോഗബാധിതയായത്. ഡയഗ്നോസ് ചെയ്ത സമയത്ത് എൻ്റെ രണ്ടാമത്തെ മകന് വെറും 3 മാസം മാത്രമായിരുന്നു പ്രായം. 3ാമത്തെ സ്റ്റേജിലായിരുന്നു എൻ്റെ ക്യാൻസർ അന്ന് ഉണ്ടായിരുന്നത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നെ ഏറ്റവും ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്, അല്പം കൂടി നേരത്തെ എനിക്ക് ഡോക്ടറെ കണ്ട് ഇത് ക്യാൻസർ ആണോ എന്നൊരു സംശയം മനസ്സിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് അത് ചികിത്സിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായ ഡയഗ്നോസിസ് നടത്തുകയും അതിന് വേണ്ടുന്ന ചികിത്സ തുടങ്ങുകയും ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ആ ഒരു അത് എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും സ്ത്രീകൾ തങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ, തങ്ങളുടെ അസുഖങ്ങളൊക്കെ സ്വന്തം കുടുംബങ്ങൾക്കായി മാറ്റിവെക്കുന്ന ഒരു പ്രവണത എല്ലായിടത്തും കണ്ടുവരാറുണ്ട്. എനിക്ക് പോലും അതാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാൻസർ അല്ലെങ്കിൽ എന്ത് രോഗമാണെങ്കിലും അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. ക്യാൻസറിന് പ്രത്യേകിച്ചും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുകയും അത് എന്താണ് ആ രോഗാവസ്ഥ എന്ന് ഉറപ്പുവരുത്തുകയും ഇനി ക്യാൻസർ ആണെങ്കിൽ അതിന് വേണ്ടുന്ന ചികിത്സകൾ എത്രയും പെട്ടെന്ന് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ക്യാൻസറിൻ്റെ തുടർ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ സ്ത്രീകളെ ബാധിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസറും സെർവിക് ക്യാൻസർ അങ്ങനെയുള്ള ക്യാൻസറുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റിയുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുകയും ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധി ക്യാൻസർ നിർണയ ക്യാമ്പുകളും പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ക്യാൻസർ എന്ന രോഗത്തെ നമുക്കിടയിൽ നിന്ന് തുരത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി കുറക്കാൻ എങ്കിലും ശ്രമിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തുചേരാം. ഈ ഒരു ക്യാമ്പയിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.